ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു എന്ന് തന്നെയാണ്. നേതൃത്വത്തെ എന്ന് പറയുമ്പോൾ കേന്ദ്ര നേതൃത്വം നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ വളരെ വിശദമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിയിട്ടുണ്ട്. അത് താഴെത്തട്ടിൽ നിന്നുള്ള വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ടിൽ ഇല്ല എന്ന വിമർശനം പറഞ്ഞ ശേഷം റിപ്പോർട്ടിൽ പിന്നീട് കാര്യങ്ങൾ എഴുതി ചേർക്കുന്നു. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കേന്ദ്ര നേതൃത്വം മുൻകൈ എടുത്തിരുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം വളരെ വിശദമായി തന്നെ പരിശോധിക്കുമ്പോൾ താഴെത്തട്ട് മുതൽ തന്നെ കേട്ടിട്ടുള്ള വിമർശനമാണത്. പിണറായി വിജയനെതിരായ വിമർശനം, അതോടൊപ്പം തന്നെ എം വി ഗോവിന്ദനെതിരായ വിമർശനം, അതോടൊപ്പം തന്നെ ഈ വിമതർ, ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിമതർ ആ രണ്ട് മണ്ഡലങ്ങളെ മാത്രമല്ല സ്വാധീനിച്ചിരിക്കുന്നത്, സംസ്ഥാനത്തെ ആകെ സ്വാധീനിച്ചു എന്നുള്ളത്. അങ്ങനെ സ്വാധീനിക്കുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിയതിൻ്റെ പിന്നിൽ കൃത്യമായി കാര്യങ്ങൾ ബോധ്യമാകുന്ന ജനത അവിടെ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് വളരെ പ്രഹസനമായി തോന്നുകയാണ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ തൊട്ടു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജ് നടത്തിയ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. എന്തായിരുന്നു? ഈ ജനതയ്ക്ക് ഞങ്ങളെ അർഹിക്കുന്നില്ല ഈ ജനത എന്നാണ് പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയം ഞങ്ങളുടെ പിഴവ് കൊണ്ടാണ് എന്ന് സമ്മതിക്കാൻ ഏത് നേതാക്കൾ തയ്യാറായിരിക്കുന്നു ആ തരത്തിൽ സംസാരിക്കാൻ എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. എപ്പോഴൊക്കെയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധരുത്തൽ ഉണ്ടായിട്ടുള്ളത്? ഇവിടെ തെറ്റിദ്ധരുത്താൻ വിപുലമായ സംവിധാനങ്ങൾ CPM-ലുണ്ട്. ഏറ്റവും വിശാലമായി പ്ലീനം വിളിച്ചു ചേർത്തുകൊണ്ടുള്ള നടപടികളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുമെന്ന് പറയുമെങ്കിലും നടപ്പാക്കൽ എന്നതിലെ പ്രക്രിയയിലേക്ക് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന ചോദ്യം വരുമ്പോൾ അത് നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു കാര്യങ്ങളെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്വരാജ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്വരാജ് പറഞ്ഞത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കണക്ക് ചോദിച്ച കുഞ്ഞികൃഷ്ണനെ കള്ളനെന്ന് വിളിച്ചു. കള്ളന് കണക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അതിൽ കൂടിയാണ് ജനം വിധിയെഴുത്ത് നടത്തിയത്. അതിനുശേഷം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പ്രകോപന പ്രസംഗം എന്തിനാണ് നടത്തുന്നതെന്നുള്ളതാണ്. അവിടെ ഈ പയ്യന്നൂരിൽ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട ശേഷം 22 കേസുകൾ എടുത്തിട്ടുണ്ട്. ആ 22 കേസുകളിൽ 21 CPM പ്രവർത്തകർ പ്രതികളായ കേസുകളാണ്. അതായത് കുഞ്ഞികൃഷ്ണനെതിരെ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്നതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളാണ്. അതിൽ നമ്മൾ കണ്ടതാണ് നേരത്തെ ഒരു പ്രവർത്തകന്റെ ബൈക്ക് കത്തിച്ച സംഭവം. പിന്നെ മറ്റൊരു അനുയായി പുരുഷോത്തമന്റെ ഈ ചെമ്മീൻ ഷെഡ് കത്തിച്ചു. ചെമ്മീൻ ഷെഡ് കത്തിച്ചിട്ടിന്റെ കാര്യത്തിലാണ് പറയുന്നത്. അതിൻ്റെ അടിത്തറയും മാന്താൻ കഴിയുമെന്ന് ഇന്നിപ്പോൾ രാകേഷ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് പിഴവ് സമ്മതിച്ചിരിക്കുന്നത്? ഇപ്പോൾ മധുസൂദനൻ കോടതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് നിയമപരമായി അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ അവകാശത്തെക്കുറിച്ചൊന്നും നമുക്കൊന്നും ഒരു തർക്കമുള്ള കാര്യമല്ല. രാഷ്ട്രീയമായി പക്ഷേ പാർട്ടിക്ക് അറിയാമോ, പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ ഈ നിയമ പോരാട്ടത്തിലേക്ക് മധുസൂദനൻ പോയതെന്ന് ചോദ്യമുണ്ട്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മധുസൂദനൻ ഒരു കാരണമായിരിക്കുന്നു എന്ന് വിലയിരുത്തിയതാണ്. മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് വിലയിരുത്തിയതാണ്. അങ്ങനെ വരുമ്പോൾ മധുസൂദനൻ ഇങ്ങനെ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് എങ്ങനെ കോടതിയിലേക്ക് പോകും? അപ്പോൾ പാർട്ടിയെ വെല്ലുവിളിച്ചാണോ മധുസൂദനൻ കോടതിയിലേക്ക് പോയത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ആ ചോദ്യത്തിൽ ഇപ്പോൾ മധുസൂദനൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഈ സാമ്പത്തിക ക്രമക്കേടല്ല, സാമ്പത്തിക ക്രമക്കേട് വിളിച്ചു പറഞ്ഞ കുഞ്ഞികൃഷ്ണനാണ് തനിക്ക് മാനഹാനി ഉണ്ടാക്കിയതെന്നും ആ പുസ്തകം അദ്ദേഹം നേതൃത്വത്തെ അണികൾ തിരുത്തുമെന്ന് പറഞ്ഞ ആ പുസ്തകം അത് മാനഹാനം ഉണ്ടാക്കി. ആ പുസ്തകം പിൻവലിക്കണമെന്നാണ് പറയുന്നത്. പുസ്തകം വായിച്ചിട്ട് മാത്രമല്ലല്ലോ അവിടെയിട്ട് വോട്ടർമാർ വോട്ട് ചെയ്ത്. അവിടെ നിശബ്ദരായി നിന്ന് പാർട്ടിക്കൊപ്പം തന്നെയാണ് എന്ന് പുറത്തേക്ക് പാർട്ടിക്കൊപ്പമല്ല എന്ന് പറയാൻ ധൈര്യപ്പെടാത്തവർ പക്ഷേ വോട്ട് കുത്തിയപ്പോൾ കൃത്യമായി സഖാവ് കുഞ്ഞികൃഷ്ണന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പാർട്ടിക്ക് വിരുദ്ധമായി അണികൾക്ക് ബോധ്യമാകാത്ത രൂപത്തിൽ അവിടെ പാർട്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത് കേവലം KK രാഗേഷും മധുസൂദനും മാത്രമാണ് എന്ന രൂപത്തിൽ ഞാൻ അതിനെ കാണുന്നില്ല കേട്ടോ. കാരണം ഈ തളിപ്പറമ്പിലെ പരാജയത്തിൽ അന്വേഷണ കമ്മീഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. പയ്യന്നൂരിൽ മാത്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. തളിപ്പറമ്പിൽ എന്തുകൊണ്ടാണ് അന്വേഷണം വേണ്ടാതിരുന്നത്? രണ്ടിടത്തും വിമതരാണല്ലോ ഉള്ളത്. തളിപ്പറമ്പിലില്ല, പയ്യന്നൂരിൽ മാത്രം അന്വേഷണം നടത്തുന്നു. ഇനി പയ്യന്നൂരിൽ ഒരു തട്ടിപ്പ് മാത്രമാണോ? പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടായിട്ടുണ്ട്, ഓഫീസ് നിർമ്മാണത്തിൽ ഫണ്ട് തട്ടിപ്പിട്ടുണ്ടായിരുന്നു, തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പുറത്തെ പ്രതിസ്ഥാനത്ത് ഒരു പേര് എപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നേതാവിനെതിരെ എന്ത് നടപടി ഉണ്ടായി എന്ന ചോദ്യമുണ്ട്. പകരം സംരക്ഷിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പും എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതെ, നേരത്തെ പുരുഷോത്തമന്റെ വീട് ആക്രമിച്ച കേസിൽ ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാക്കളുമാണ് പ്രതികളായിരുന്നത്. അന്ന് പാർട്ടി അവരെ തള്ളി പറഞ്ഞിരുന്നു. ഈ ആക്രമണത്തിലൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു. എന്നിട്ട് എന്താണ് ചെയ്തത്? ജയിൽ മോചിതരായപ്പോൾ അവരെ പോയി ഏരിയ കമ്മിറ്റി അംഗം പോയി മാലയിട്ട് സ്വീകരിച്ചത്. നമ്മളിപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ പറയുന്നുണ്ടല്ലോ, BJP ചില അക്രമികളെ മാലയിട്ട് സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവർ മാലയിട്ട് സ്വീകരിക്കുന്നു, ജയിലിലേക്ക് പോകുമ്പോൾ സ്റ്റേഷനിൽ ചെന്ന് അഭിവാദ്യം അർപ്പിക്കുന്നു. ഇതാണ് ഈ വിഷയത്തിൽ കണ്ടിട്ടുള്ളത്. പലപ്പോഴായി പയ്യന്നൂരുമായി ബന്ധപ്പെട്ടും കണ്ണൂരുമായി ബന്ധപ്പെട്ടും ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ പല നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയില്ലേ, മനു തോമസ് ഉന്നയിച്ച വിഷയത്തിലൊക്കെ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചെങ്കിലും പാർട്ടി നിശബ്ദരായി നിന്നിരുന്നു.
പ്രതികരിച്ചാൽ അബദ്ധമാവും എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പ്രതികരിച്ചാൽ കൂടുതൽ മനു തോമസ് തുറന്നു പറഞ്ഞേക്കുമെന്ന് ഭയന്നുകൊണ്ട് പല കാര്യങ്ങളും മിണ്ടാതിരുന്നു. പക്ഷേ അതിലൊക്കെ എന്ത് നടപടി ഉണ്ടായിട്ടുന്ന ചോദ്യം വരുമ്പോൾ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. മുനയംകുന്ന് രക്തസാക്ഷി നഗറിൽ ഭൂമി ആദ്യം വിൽപ്പന നടത്തിയത് പരാതി ഉയർന്നതിനെ തുടർന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് അത് ക്യാൻസൽ ചെയ്യിച്ചിരുന്നു. പക്ഷെ അതിന്മേൽ എന്ത് അന്വേഷണം നടത്തി, എന്ത് നടപടി ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും തുക വകമാറ്റി എന്ന് പറയുന്ന 45 ലക്ഷം രൂപയുണ്ട്. ആ രൂപ തിരിച്ച് നിക്ഷേപിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അതാണ് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അപ്പൊ വക്കീൽ നോട്ടീസ്, ശരി, വക്കീൽ നോട്ടീസ് പറഞ്ഞു. ഇതുവരെ നേരത്തെ പറഞ്ഞിരുന്നില്ല. അപ്പോൾ വക്കീൽ നോട്ടീസിൽ അത് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ വെപ്പ്. അല്ല, ഇതുവരെ പറയേണ്ട കാര്യം. അതായത് നേതൃത്വത്തോട് ജനങ്ങളോട് പറയേണ്ടതില്ല. ജനങ്ങളെ പല രൂപത്തിലാണല്ലോ ഇപ്പോൾ കെ രാഗേഷ് കണ്ടത്, ബഹുജനവും പൊതുജനവും. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കറിയില്ല. ആ രൂപത്തിലാണ് പറഞ്ഞത്. ഏതായാലും പാർട്ടി അണികൾ തന്നെ ഈ രണ്ട് നേതാക്കൾക്കും, മധുസൂദനും ഉണ്ട് കേട്ടോ, മധുസൂദനും കെ രാഗേഷിനും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ അണികൾ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന് താഴെ മുഴുവൻ ശക്തമായ പ്രതികരണങ്ങളായിരുന്നു. മധുസൂദൻ കമന്റ് ബോക്സ് തന്നെ പൂട്ടി മുന്നോട്ട് പോവുകയായിരുന്നു ആ രക്തസാക്ഷി ദിനത്തിൽ. അപ്പോൾ ഇത് ഒരു കേസ് മാത്രമാണോ? അല്ല. ഇപ്പോൾ ധനരാജ് പയ്യന്നൂരിലെ വിഷയം ധനരാജ് രക്തസാക്ഷി ഫണ്ടാണെങ്കിൽ ഇപ്പോൾ അതാ കോടിയേരി ഫണ്ടുമായി ബന്ധപ്പെട്ട്, കോടിയേരി സ്മാരകവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് സമാനമായ ആരോപണം കേൾക്കുകയാണ്. അവിടെ കോടിയേരിയുടെ പേരിൽ ഫണ്ട് തട്ടിപ്പ് വിവാദം എന്ന് പറയുന്നത് 70 ലക്ഷത്തിന് സ്ഥലം വാങ്ങി 20 ലക്ഷം വീണ്ടും പിരിച്ചു എന്ന് പറയുമ്പോൾ, ഈ സ്ഥലം വാങ്ങിയിട്ട് ഈ പൈസ ലോക്കൽ സെക്രട്ടറിയുടെ പേരിലാണ് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നത്. സ്ഥലം ഈട് വെച്ച് വീണ്ടും ഇദ്ദേഹം പണം വായ്പ എടുക്കുന്നു. ഈ ആളുകളിൽ നിന്നും പണം പിരിക്കാനായി വ്യാപാര പ്രദർശനം നടത്തുന്നു. രസീതില്ലാതെ ആളുകളിൽ നിന്നും പണം പിരിക്കുന്നു. ഇവിടെ സമാനമായ പയ്യന്നൂരിന് സമാനമായ കാര്യങ്ങൾ അവിടെയും നടന്നിട്ടുണ്ട്. അത് 70 ലക്ഷം പ്ലസ് 20 ലക്ഷം എന്ന് പറയുമ്പോൾ അത് ലക്ഷമൊക്കെ കടന്ന് കോടിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അതിൽ ലോക്കൽ സെക്രട്ടറിയായ രമേശിനെ അപ്പോൾ ഉള്ള സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അതല്ലാതെ വേറൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരൊറ്റ പാർട്ടി നേതാവാണ് ഈ തരത്തിൽ കോടികൾ അവിടെ നിന്ന് തട്ടിപ്പ് നടത്തിയതെന്നാണോ കരുതേണ്ടത്? യഥാർത്ഥത്തിൽ ഇന്ന് ഇപ്പോൾ കെ രാഗേഷ് ജില്ലാ സെക്രട്ടറി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ ഈ ജില്ലാ കമ്മിറ്റി തന്നെ വിലയിരുത്തിയത് എന്താണ്? സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നാണ്. ജില്ലാ കമ്മിറ്റി വിലയിരുത്തി സംസ്ഥാന നേതൃത്വത്തിന് അയച്ചു. സംസ്ഥാന നേതൃത്വം അത് ശരിവെച്ചു. കേന്ദ്ര കമ്മിറ്റിയും അത് അംഗീകരിച്ചു. റിപ്പോർട്ടായി പുറത്തു വന്നു. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്ത് പ്രസംഗിക്കണമെങ്കിൽ അതിനുള്ള ധൈര്യം കെ രാഗേഷിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് നേതൃത്വം അറിയാതെയാണോ? അതായത് ഈ സംസ്ഥാനത്തെ നേതൃത്വം അറിയാതെയാണോ? അങ്ങനെയാണെങ്കിൽ നേരമായല്ലോ ആ പ്രസംഗം കഴിഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ഇതുവരെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കാത്തത്? പാർട്ടി ലൈനിന് വിരുദ്ധമായ ഒരു പ്രതികരണം നടത്തിയില്ല. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ പറ്റി നേരത്തെ ഷംസീറിന്റെ പ്രസംഗം പറഞ്ഞു. ഷംസീർ മാത്രമല്ല, വേറെയും പുത്തലത്ത് ദിനേശിനടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ മാധ്യമങ്ങളടക്കം അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച വെള്ളാപ്പള്ളി വിഷയം, ആഗോള അയ്യപ്പ സംഘം അടക്കമുള്ള വിഷയം, ഇതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ വിലയിരുത്തലിൽ തന്നെ ഷംസീറും കഴിഞ്ഞ ദിവസം പൊതുപ്രസംഗത്തിൽ നടത്തിയതാണ്. അങ്ങനെ ഒരു പൊതുപ്രസംഗം നടത്തിയ ശേഷം ഇപ്പോൾ ഇതാ ഒരു പ്രതിഷേധ പരിപാടി, DYSP ഓഫീസിലേക്ക് പ്രതിഷേധം. എന്താണ്? പൂച്ചട്ടി തകർത്തു എന്ന് പറഞ്ഞിട്ടാണ്. പാർട്ടി പ്രവർത്തകന്റെ പൂച്ചട്ടി തകർത്തു. ഇപ്പോൾ പാർട്ടി നേതാവായൊരു VK കൃഷ്ണന്റെ വീട് ആക്രമിച്ചു. അത് ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണന്റെ അനുയായികളാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. എന്നിട്ട് പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന്റെ മരുമകൻ തന്നെയാണ് ആക്രമിച്ചതെന്ന് കണ്ടെത്തി. അപ്പോൾ ഇതിൽ ഏകപക്ഷീയമായി കൃത്യമായും CPM പ്രവർത്തകർ നടത്തിയ അക്രമ സംഭവങ്ങൾ 21 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം തന്നെ കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകിയ പാവപ്പെട്ട ചില സഖാക്കളുടെ വീടുകളും അവരുടെ വാഹനവും അവരുടെ ഉപജീവന മാർഗവും ഒക്കെ തകർക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ അടിത്തറ മാന്തും എന്ന് പറയുന്നത് പാർട്ടിയുടെ അടിത്തറ മാന്താൻ ഉള്ള വെല്ലുവിളിയാണോ ഇപ്പോൾ കെ രാഗേഷ് നടത്തിയിരിക്കുന്നത്? ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ നേതൃത്വത്തെ തന്നെ വെല്ലുവിളിക്കലാണല്ലോ. അപ്പോൾ അതിൽ പാർട്ടിക്ക് എന്താണ് പ്രതികരണമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. MV ഗോവിന്ദൻ കുറച്ചുകൂടി പാർട്ടി തിരുത്തുമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ എന്ത് തിരുത്തൽ നടത്തി, എന്ത് തിരുത്തലിൽ തുടങ്ങി എന്നെങ്കിലും കുറഞ്ഞ പക്ഷം വിശദമാക്കേണ്ടതുണ്ട്. എന്ത് തിരുത്തൽ, ഏത് നടപടിയിൽ ഞങ്ങളിതാ തുടങ്ങിയിരിക്കുന്നു എന്ന് വിശദമാക്കേണ്ടതുണ്ട്. അങ്ങനെ വിശദമാക്കാൻ ഇതുവരെ ഒരു നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല. പിഴവുകൾ സംഭവിച്ചു എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ എല്ലാ സംസ്ഥാനമാകെ തന്നെ സ്വാധീനിക്കുന്ന രൂപത്തിലേക്ക് 2 വിമതർ എന്ന് വന്നു എന്ന് പറയുമ്പോഴും ആ വിമതർ ഉന്നയിച്ച വിഷയം അവിടെ നിൽക്കുകയാണ്. ആ വിഷയത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്തോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അത് അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നവരൊക്കെ ഞങ്ങളൊരു ഹിന്ദു ഭൂരിപക്ഷ പാർട്ടിയാണെന്നും ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നവരൊക്കെ നേരെ BJPയിലേക്ക് പോകും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കെ രാഗേഷ് എന്നുള്ളത് കൂടി പാർട്ടി പരിശോധിക്കേണ്ടതാണ്. ഇനിയും ജില്ലാ സെക്രട്ടറി പദത്തിൽ നിർത്താവുന്ന തുടരേണ്ട ഒരു നേതാവാണോ കെ രാഗേഷ് എന്ന കാര്യവും പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞ നേതാക്കളെ ഒഴിവാക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് തിരുത്തൽ സാധ്യമാകില്ല. ഈ വെല്ലുവിളി പ്രസംഗം സാധാരണ ജനങ്ങളോടാണ്, പാർട്ടി പ്രവർത്തകരോടാണ്, അണികളോടാണ്, പയ്യന്നൂരിലെ ജനങ്ങളോടാണ്, ജനവിധിയോടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് തിരുത്തൽ നടത്തിയെന്ന് നിങ്ങൾ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. അപ്പോൾ ഇത് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു, തിരഞ്ഞെടുപ്പിനെ വെല്ലുവിളിക്കുന്നു, ജനങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഉത്തരം.
Meet the editors.